നമസ്കാരം. ലൈംഗിക പീഡന ആരോപണ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ രാജിവെക്കില്ല എന്നുള്ള തീരുമാനം KPCCയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം വന്നിട്ടും ആ MLAയെ സംരക്ഷിക്കുന്ന നിലപാടാണ് KPCC നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോ ജനങ്ങളുടെ ഇടയിൽ ഈ പാർട്ടിയെക്കുറിച്ചും ഈ കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ചും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും ആ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാടുമായി നിലകൊള്ളുന്നത് എന്നും കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി VD സതീശൻ പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലുടനീളം ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് മീഡിയകളിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വ്യക്തമായി വന്നിരിക്കുകയാണ് ആ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ശക്തമായ നിലപാടുകൾ എടുക്കും എന്ന് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ KPCCയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ VD സതീശനും നേരത്തെ പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റിനും എല്ലാം നേരത്തെ തന്നെ പരാതി ഈ പെൺകുട്ടികൾ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പറയുന്ന പെൺകുട്ടികൾ നേരത്തെ പരാതിയായിട്ട് കൊടുത്തിരുന്നു. അതൊക്കെ ആ നടപടിയെടുക്കാതെ നിരന്തരമായി പിന്നീട് മാറ്റിവെച്ച് അദ്ദേഹത്തെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം ഇപ്പോൾ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ രാജിവെക്കില്ല എന്ന് KPCC പ്രസിഡന്റും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞതിന് പിന്നാലെ നമ്മുടെ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. MP രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഒരു ഒത്തുതീർപ്പായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ MLA ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ MLA ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം MLAയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തുകളി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ആക്ഷേപങ്ങൾ പലതും നേരത്തെ വന്നതാണ്, നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്ന് ആദ്യം ആരോപണം ഉന്നയിച്ച പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ. ആ പെൺകുട്ടി പറഞ്ഞത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഒരു നടപടിയും ഉണ്ടായില്ല, എന്നിട്ടാണ് MLA ആക്കിയത് എന്നും പറഞ്ഞു. ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വിഗ്രഹങ്ങളൊക്കെ ചേർന്നാണ്, ഉടഞ്ഞ വിഗ്രഹങ്ങളാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ആരാണോ വളർത്തിക്കൊണ്ടുവന്നത്, പ്രൊമോട്ട് ചെയ്തത്, MLA ആക്കിയത്, അവരിപ്പോഴും MLA ആയിട്ട് സംരക്ഷിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉമാ തോമസ് അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ അതുപോലത്തെ ആളുകളെല്ലാം വലിയ രീതിയിൽ രാജിവെക്കണമെന്നൊരു ആവശ്യം പറയുന്നു. പക്ഷെ അതൊന്നും കോൺഗ്രസ് കേൾക്കാൻ ഇടയാക്കുന്നില്ല എന്നുള്ളതല്ല മനസ്സിലാക്കുന്നത്. ആ വനിതാ നേതാക്കളുടെ വാക്കുകൾക്കൊന്നും വിലയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലേ ഇപ്പം മനസ്സിലാവുന്നത്. നോക്കൂ, ഞങ്ങളെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ രാഷ്ട്രീയമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ഹീനമായ വ്യക്തിഹത്യ കോൺഗ്രസ് അണികളല്ലേ നടത്തുന്നത് ഉമാ തോമസിനെതിരായിട്ട്. ആ വ്യക്തിഹത്യയെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഇത്തരമൊരു സംഘത്തെ കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുത്തിരിക്കുകയാണ്.
എല്ലാവരെയും വ്യക്തിഹത്യ നടത്തുക, അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ എല്ലാം വ്യക്തിഹത്യ നടത്തുക എന്നത്. ഉമാ തോമസ് MLA രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് കാണും. പക്ഷെ ഞങ്ങളാരും ഇത്തരമൊരു ഭാഷയിൽ ഒരാളും ഇടതുപക്ഷത്ത് നിന്ന് ഇതുവരെ ഉമാ തോമസിനെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് വനിതയെയും ആക്ഷേപിച്ചിട്ടില്ലല്ലോ. എന്തെല്ലാം തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ഉമാ തോമസിനെതിരായിട്ട് നടത്തുന്നത്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ അധിക്ഷേപങ്ങൾക്കെല്ലാം മൗനാനുവാദം നൽകുകയല്ലേ ചെയ്യുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയിട്ടല്ലേ ഉമാ തോമസിനെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണം, സൈബർ ലിഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിശക്തമായിട്ട് ആ സൈബർ ലിഞ്ചിങ്ങിനെ അപലപിക്കുന്നു. ആരാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത് അവർ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോ ഈ പീഡന വിവരത്തെ തുടർന്ന് പ്രതികരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ വക്താക്കളായിട്ടുള്ള ഉമാ തോമസ്, അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ, കോൺഗ്രസിന്റെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ഇവരൊക്കെ ശക്തമായി വിമർശിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം, MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് ഇവർ പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൈബർ ആക്രമണകാരികൾ, സൈബർ ഇടത്തിൽ കോൺഗ്രസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ രൂപീകരിച്ച സൈബർ ആക്രമണകാരികൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളായിട്ടുള്ളവർക്കെതിരെ അതിശക്തമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ തന്നെ മറ്റുള്ള പാർട്ടികളെ ആക്രമിക്കുന്നതിന് വേണ്ടി സൈബർ ഇടത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആൾക്കാർ അവർക്കെതിരായിട്ട് തന്നെ ഈ പറഞ്ഞ വെട്ടുകിളികൾ ആക്രമണം തുടരുകയാണ്. ഈ ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.